ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റിൽ വമ്പൻ സർപ്രൈസ് ആണുള്ളത്. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള ആളുകൾക്ക് ആദായ നികുതി നൽകേണ്ടതില്ല. മിഡിൽ ക്ലാസ് ബജറ്റ് ആകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഒരുപക്ഷെ കഴിഞ്ഞ 10 വർഷത്തിനിടെ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി മിഡിൽ ക്ലാസിനെ സംബന്ധിച്ച് വാരിക്കോരിയാണ്. 18 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള ആളുകൾക്ക് നിലവിൽ കൊടുക്കുന്ന നികുതിയിൽ നിന്ന് 30% കുറവുണ്ടാവും. അതായത് 70,000 രൂപ ഇവിടെ ഇളവ് 18 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ള ആളുകൾക്കുണ്ടാവും. 25 ലക്ഷം വരെ വാർഷിക വരുമാനം ഉള്ള ആളുകൾക്ക് 1,10,000 രൂപയുടെ കുറവ്. അതായത് നിലവിൽ കൊടുക്കുന്നതിനേക്കാൾ 1,10,000 രൂപ കുറച്ചു കൊടുത്താൽ മതി. 25% കുറവാണ് ആ കാര്യത്തിൽ ഉണ്ടാവുക. ഏറ്റവും ഈ ബജറ്റിന്റെ നിർമ്മല സീതാരാമന്റെ 8ാമത്തെ ബജറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള ആളുകൾക്ക് ആദായ നികുതി കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഡെമോഗ്രാഫി, അതുപോലെ തന്നെ ഡെമോക്രസി, ഡിമാൻഡ്, ഈ 3 കാര്യങ്ങളിൽ ഊന്നി മിഡിൽ ക്ലാസിന്റെ മധ്യവർഗത്തിന്റെ ടാക്സ് ബേർഡൻ, നികുതി ഭാരം കുറയ്ക്കുന്നു എന്നാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത്. ഈ പ്രത്യേകിച്ച് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ മിഡിൽ ക്ലാസിനെ സംബന്ധിച്ച്, സാലറീഡ് ക്ലാസിനെ സംബന്ധിച്ച്, ശമ്പള വരുമാനക്കാർക്ക്, മധ്യവർത്തികൾക്ക് വലിയ തോതിലുള്ള ഇളവ് എന്ന് പറയാം. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള ആളുകൾക്ക് സീറോ ടാക്സ്, നികുതി കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം 25% നികുതി എന്ന പുതിയ ടാക്സ് സ്ലാബിന്റെ പ്രഖ്യാപനം കൂടി ഉണ്ടായിരിക്കുന്നു. അങ്ങനെ പുതിയ ആദായ നികുതി നിയമം അടുത്ത ആഴ്ച വരാനിരിക്കുകയുമാണ്. ആ അർത്ഥത്തിൽ നികുതിയെ സംബന്ധിച്ച്, ആദായ നികുതിയെ സംബന്ധിച്ച്, ഡയറക്ട് ടാക്സിനെ സംബന്ധിച്ച്, പ്രത്യക്ഷ നികുതിയെ സംബന്ധിച്ച് വമ്പൻ മാറ്റമാണ് നിർമ്മല സീതാരാമന്റെ ഈ പ്രഖ്യാപനം വഴി ഉണ്ടാവുന്നത്.